അച്ഛന് ഫിഷ് കിട്ടിയോ? കാണിക്കണ നീയും കലക്കാണോടാ ഗച്ച് ഗള്ളാന്നും പറഞ്ഞ് തലവണിച്ചു കൊടുക്കാത്ത എന്റെ ഭാഗ്യം. അയ്യോ ഇത് കളിമണ്ണായിരുന്നാ? അത് പിന്നെ ആവശ്യത്തിന് നിന്റെ തലക്കകത്തുണ്ടല്ലോ എന്നുള്ള ഡയലോഗൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നു. ഈ ചെത്തിക്കൊണ്ടിരിക്കുന്നത് നാടൻ കള്ളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കരുത്. കാരണം വണ്ടും തുറന്ന് തലയും പോയി കിടക്കുന്ന തെങ്ങുകളിൽ നിന്ന് ചെത്തുകൾ ഉണ്ടാക്കാനുള്ള വിദ്യ നമുക്കറിയില്ല. ഇനി ഇന്നത്തെ ക്രാഫ്റ്റിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പെടപടിക്കുന്ന ഒരു മീനിനെയാണ്. സൂക്ഷിച്ചു നോക്കിയാ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കള്ള പൂച്ച പാത്തും പതുങ്ങിയിരിക്കുന്നുണ്ടേ. കാരണം അവൻ വിചാരിച്ചിരിക്കുന്നത് ഈ 2 മീനിന്റെ സ്കെൽറ്റൺ ഒന്ന് അവന് കിട്ടുന്നതാണ്. നോക്കിയായിരുന്നു ഇപ്പൊ കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ ഒന്നിന്റെ മേലെ മറ്റേതും കൂടി ഒട്ടിച്ചപ്പോ പൂച്ച ചമ്മി വാലും അടക്കിയിട്ടാ പാവം. സൂക്ഷിച്ചു നോക്കണ്ടട ഉണ്ണി, ഇത് നമ്മൾ മിനിഞ്ഞാന്ന് വന്ന അതേ കായലും ബീച്ചുമാണ്. നീ മാത്രം കണ്ടാ പോരല്ലോ, എനിക്കും കാണുന്ന സ്ഥലം എന്ന് എന്റെ കിട്ടിയോനെ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേനും കാട്ടിലും സൂപ്പറായിരുന്നു. കാരണം കടൽ ഇറങ്ങി കിടക്കായിരുന്നു. പിടിച്ചോ മീന്? കൂടാതെ അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്ന കണ്ടപ്പോഴേക്കും അച്ചുവിന്റെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട മീനും എടുത്തിട്ട് വാങ്ങി. ഒറിജിനൽ മീനും നമ്മുടെ മീനും തമ്മിൽ വകയിൽ വല്ല ബന്ധവും തോന്നുന്നുണ്ടെങ്കിൽ കമന്റിലൊന്നും അറിയിക്കണേ. ഈ ഓട്ടം കേവലം ഒരു ഓട്ട മത്സരമല്ല, നമ്മുടെ ലാസ്റ്റ് ബോട്ട് പിടിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു.